ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. നിങ്ങൾ എന്താ കരിയർ പ്ലാൻ ചെയ്യാൻ അപ്പുറത്തൊരു സൈഡിൽ വലിയ പ്രതിസന്ധികളിൽ കൂടെ പോവാണ്. അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം കഴിഞ്ഞാൽ അടുത്ത ദുരന്തം വരുന്നു. ഈ അടുത്ത എന്താണോ വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥയെ നിങ്ങളോ ചെയ്ത തെറ്റിനോ അല്ല ജയിലിലേക്ക് പോകും. ഒരു വനിതാ പോലീസ് ഉണ്ടാവും, ഇത് ചെക്ക് ചെയ്യണം, ഇതെടുത്ത് ആ ടേബിളിന്റെ മുകളിൽ വെക്കും, എന്നിട്ട് ഓരോന്നായിട്ട് പറക്കി ഇടൂ. ജനാധിപത്യമാണല്ലോ, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പ്ലേറ്റും കപ്പും ഒക്കെ തരുമല്ലോ. എവിടെയോ ഇങ്ങനെ സ്റ്റോറിനകത്തൊക്കെ കിടന്നിട്ട് ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു, മാറ്റി തന്നില്ലെങ്കിൽ അങ്ങനെ. അത് പിന്നെ ലാസ്റ്റ് സൂപ്രണ്ട് കുറെ പേര് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് പ്രിസണിൽ ടൂർ പോയതാണ്. ആ മനുഷ്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് സിസ്റ്റമാണ്. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, അച്ഛൻ വാസ് റൈറ്റ്. VM സുധീരൻ സാർ APCC പ്രസിഡന്റ് ആയിരുന്നു. സുധീരൻ സാർ പറഞ്ഞു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പോളിറ്റിക്സ്. VS അച്യുതാനന്ദൻ സാറ് മരണപ്പെട്ടു. അദ്ദേഹത്തിനെ കാണാൻ കാത്തുനിന്ന ജനങ്ങളെ നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടു. അദ്ദേഹത്തിന് നമ്മൾ മതിൽ ചാടും, നമ്മൾ സെക്രട്ടേറിയറ്റ് ചാടും, നമ്മൾ സമരം ചെയ്യും, നമ്മൾ ജയിലിൽ പോകും. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ വിത്ത് രമ്യയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വിത്ത് രമ്യയിലുള്ളത് ഒരുപാട് നാള് ഞാനൊക്കെ സാറ്റലൈറ്റ് ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഒരുപാട് നാൾ നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ആങ്കർ ആയിരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നു ഈ ആങ്കർ ദാ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നിന്നെല്ലാം മാറി പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആളുടെ വേറെ തന്നെ, കാരണം നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് വേറൊരു രീതിയിലാണ് നമ്മുടെ TV-യിലൂടെ വീണയെ കണ്ടുകൊണ്ടിരുന്നത്. ആ വീണ പിന്നീട് നമ്മൾ പൊളിറ്റിക്സിൽ കാണുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് വേറെ തന്നെ ഒരു ഭാവത്തിൽ വേറൊരു രൂപത്തിൽ കണ്ടപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നില്ലേ? യെസ്, വീണയാണ് ഇന്ന് എന്നോടൊപ്പം. ഹായ് വീണ. ഹായ്. വീണയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് ഞാൻ ഉൾപ്പെടെ വീണയോ പൊളിറ്റിക്സില് എങ്ങനെ ഇത്ര ബോൾഡായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പം, സാധാരണ ഈ ഒരു പൊളിറ്റിക്സിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാലും ചിലരിൽ നമ്മൾക്ക് ആ ഒരു ബോൾഡ്നെസ് വല്ലാണ്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ? ഞങ്ങൾക്ക് ആ ഒരു ധൈര്യം, ആ ഒരു നമുക്ക് നമ്മുടെ ഒരു ലീഡർ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുമ്പോൾ ആ ലീഡറിന് വേണ്ട ഒരു കുറേ ഗുണങ്ങളും കാര്യങ്ങളും ബോഡി ലാംഗ്വേജും ഇതെല്ലാം വീണയിലൂടെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ശരിക്കും വീണ എത്രത്തോളം ബോൾഡാണ്? ഞാൻ ബേസിക്കലി വലിയ ബോൾഡ് ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ ഭയങ്കര ബോൾഡ് ആകും. ഓക്കെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കലാകാരി ആയതുകൊണ്ട് തന്നെ വളരെ ലോലഹൃദയാണ്. പെട്ടെന്ന് ഡൗൺ ആവും, അതുപോലെ ഇതാവും. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കുക, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ആണോ? ഭയങ്കര മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എല്ലാ ഫീച്ചേഴ്സും എനിക്കുണ്ട്, അതിന്റെ എക്സ്ട്രീം ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള ഒരാൾക്ക് എങ്ങനെ പൊളിറ്റിക്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നു? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ അത് എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ വലിയ ലോകത്ത് ഒരു ഇത്തിരി സ്പേസ് തന്നിട്ടുള്ളത് അവതരണം എന്ന് പറയുന്ന ഒരു കലയാണ്. അതെ. അപ്പം ആ ഒരു കല തന്നെയാണ് എന്നെ മോൾഡ് ചെയ്തെടുത്തതും. എന്നെ എന്താണ് ഇപ്പോൾ ഒരു മണിക്കൂർ നമ്മളൊരു ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ, അത് പൊളിറ്റിക്കലായിട്ടുള്ള പ്രസംഗം തന്നെ നടത്തണമെങ്കിൽ അതിനെ എന്നെ കേപ്പബിൾ ആക്കുന്ന എല്ലാ എലമെൻസും എനിക്ക് തോന്നുന്നു വലിയൊരു പരിധിവരെ എനിക്ക് കിട്ടിയത് ആങ്കറിങ്ങിൽ നിന്ന് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഞാൻ മുമ്പ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഇപ്പോഴും എനിക്കൊന്ന് മിക്കവാറും ആൾക്കാർക്കൊക്കെ ആ പ്രോഗ്രാമുമായിട്ടാണ് എന്നെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് അവിടെ പ്രോഗ്രാം ഹെഡായിരുന്നത് മുഷ്താഖ് സാറാണ്. സാർ ഇപ്പം അതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അന്ന് സാറ് അവിടുത്തെ ഹെഡായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ക്ലബ് FM വന്നു. ഇപ്പം സാറ് സ്പീക്കറുടെ പ്രസ് സെക്രട്ടറിയാണ്, ഇപ്പോഴത്തെ സ്പീക്കറുടെ പ്രസ് സെക്രട്ടറിയാണ്. അപ്പോൾ സാറ് ഇമ്പിച്ചു ബാവ എന്ന് പറയുന്ന പഴയ മന്ത്രിയും MP ഒക്കെ ആയിരുന്ന ആളുടെ മകനാണ് സാറ്. അപ്പോൾ അന്ന് സാറ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ ബുക്സ് വായിക്കണം,
ബുക്സ് വെച്ചാൽ ഇപ്പം ഈ ഡൈജസ്റ്റ് ഒക്കെ പോലത്തെ ബുക്സ് ഉണ്ടല്ലോ, കുറേ ഇൻഫർമേഷൻ കിട്ടുന്നത്, അത് വായിക്കണം. അപ്പം ഞാനിങ്ങനെ കുറേയൊക്കെ വരുത്തി വെക്കും. ഒരുപാടൊന്നും വായിക്കാനൊന്നും അതിനോടല്ല, പക്ഷെ ചിലപ്പോൾ നോവൽസോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് അങ്ങനത്തെ ബുക്സ് വായിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ. അപ്പം ഒരു ആങ്കർ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ വലിയൊരു പരിധി വരെ ഒരു പൊളിറ്റീഷ്യൻ ആവാൻ പറ്റിയത്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അതെ, അച്ഛനാണേലും വീണേനെ മകളെ പൊളിറ്റിക്സിലേക്ക് വെൽക്കം ചെയ്തു വന്നു. ഹസ്ബൻഡ് ആണേലും നീ വെൽക്കം ചെയ്തില്ല, ഇല്ല, വെൽക്കം ചെയ്തതേ ഇല്ല, വെൽക്കം ചെയ്തതേ. പക്ഷെ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അച്ഛൻ വാസ് റൈറ്റ്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ഫീൽഡേ അല്ല. അപ്പൊ അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? അച്ഛന്റെ ഒരു മക്കളും പൊളിറ്റിക്സിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ കുറെ കൂടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു ജീവിതം മക്കൾ നയിക്കണം എന്നായിരിക്കാം ആഗ്രഹിച്ചത്. കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പോളിട്രിക്സ്. പിന്നെ അങ്ങനത്തെ എന്താണ് ഭയങ്കരമായ കമ്മിറ്റ്മെന്റോ സ്നേഹമോ ഒക്കെയുള്ള റിലേഷൻഷിപ്സ് വളരെ അങ്ങനെയാണ്. പൊളിറ്റിക്സ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കൺവിക്ഷനോടുകൂടി ഒരു ശരിയായ തീരുമാനമെടുത്ത് അതിനു വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സം ടൈം നമ്മളെ ജനങ്ങൾ തിരിച്ചറിയും. രാഷ്ട്രീയക്കാരെ ശരിക്കും വിശ്വസിക്കാമോ? രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ മീഡിയയിലുള്ള എല്ലാവരെയും വിശ്വസിക്കാമോ? ശരിക്കും ഇല്ല. ഇല്ല. അപ്പോൾ പൊളിറ്റിക്സ്, പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്. അച്ഛനിങ്ങനെ നമ്മളെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് നമുക്ക് വഴിവെട്ടി തന്നിട്ടൊന്നുമില്ല. നമ്മൾ കുറേയൊക്കെ നമ്മുടേതായിട്ടുള്ള എഫേർട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും അച്ഛൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനൊരു ഗാന്ധിയൻ ലൈഫ് ലീഡ് ചെയ്ത ഒരാളാണ്. അച്ഛൻ പൊളിറ്റിക്സിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കുകയോ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാത്ത ഒരാളാണ്. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം, എനിക്കത് ശരിയായിട്ട് വരുമോ തെറ്റായിട്ട് വരുമോ വിമർശിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫാമിലിയാണ്. അവിടെ അച്ഛൻ്റെ കാര്യത്തിലും അമ്മയായിരുന്നു ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു ചർച്ച, ഞാൻ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. ആൾക്കാർ വിചാരിക്കും MLA-മാർക്ക് പെൻഷൻ കിട്ടുന്നു, MLA-മാർക്ക് അത് കിട്ടുന്നു ഇത് കിട്ടുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ XMLA-മാർക്ക് കിട്ടുന്നു. പക്ഷെ ഒരു XMLA-ക്ക് കിട്ടുന്ന പെൻഷൻ കഷ്ടിച്ച് എനിക്കൊന്ന് 20,000 രൂപയോ മറ്റോ ആണ് പെൻഷൻ കിട്ടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ 20,000 രൂപ എന്തുണ്ടാവും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഒരു കാറ് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു ഡ്രൈവർ വേണം. പ്രത്യേകിച്ച് കുറച്ച് വയസ്സായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡ്രൈവറിന് ശമ്പളം എത്ര കൊടുക്കണം, ഫ്യൂവൽ എത്ര രൂപ വേണ്ടി വരും. ഈ കാറിൽ ഒരു 4-5 പേര് എപ്പോഴും കാണും കൂടെ. ആ കൂടെ പോകുന്നവരെടുത്ത് നിങ്ങൾ എനിക്ക് ചായ വാങ്ങിച്ചു തരൂ, നിങ്ങൾ എനിക്ക് ലഞ്ച് വാങ്ങിച്ചു തരൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാസത്തെ ഒരു 4 ദിവസത്തെ എക്സ്പെൻസിന് പോലും വരില്ല. ഇത് കൂടാതെയാണ് പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരെ സഹായിക്കാൻ ചിലപ്പോൾ സ്വന്തം കയ്യിൽ കാണണം എന്നില്ല. മനസ്സിലായില്ലേ? എൻ്റെ മദർ-ഇൻ-ലോ ഒരു എയ്ഡഡ് സ്കൂളിലെ HM ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അമ്മയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ജാമ്യം നിൽക്കണം, സർക്കാർ ജീവനക്കാർ ജാമ്യം നിൽക്കണം. അമ്മയെ കൊണ്ട് ഷുവർട്ടി നിർത്താറുണ്ട്. ചിലപ്പോൾ അവരടയ്ക്കാതിരിക്കുമ്പോൾ അമ്മയുടെ സാലറിയിൽ നിന്ന് പിടിച്ചു പോകും. പിന്നെ വീട്ടിലത് വഴക്കാവും. മനസ്സിലായില്ലേ? പിന്നെ അച്ഛൻ അത് സെറ്റിൽ ചെയ്യാൻ നിൽക്കാം. ഇത് ഒരു പൊളിറ്റീഷ്യൻ എന്നല്ല ഞാൻ പറയുന്നത്, മിക്കവാറും രാഷ്ട്രീയക്കാരുടെയൊക്കെ ലൈഫ് ഇതാണ്. അപ്പോൾ പക്ഷേ പൊതുജനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്രയോ ദിവസം ഇപ്പം അച്ഛന് വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ അമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയും പൊളിറ്റിക്സ് എന്ന് പറയുന്ന എല്ലാവരും വിചാരിക്കും ഭയങ്കര അങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ അറിഞ്ഞ പൊളിറ്റിക്സ് അതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാവുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. എനിക്ക് അടുത്തിടയ്ക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഞാൻ ഒരു ട്രിവാൻഡ്രംകാരിയാണ്. എൻ്റെ ഹസ്ബൻഡ് നോർത്ത് കേരളയാണല്ലോ, കണ്ണൂരാണ്. അപ്പം ഞങ്ങളൊരു കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആളോട് സംസാരിക്കുമ്പോൾ
പുള്ളിക്കാരൻ തെക്കരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പുള്ളിക്കാരൻ വടക്കനാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, തെക്കുമുണ്ട് നല്ല ആൾക്കാർ, മോശം ആൾക്കാരുണ്ട്, വടക്കും ഉണ്ട് നല്ല ആൾക്കാർ, എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അത് മീഡിയയിലും ഉണ്ട്, പൊളിറ്റിക്സിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇൻ ജനറലൈസ് ചെയ്ത് പെട്ടെന്ന് ചിലര് ഇങ്ങനെ പറയുന്ന ഒരു ഇതാണ് തെക്കരെ വിശ്വസിക്കരുത്, രാഷ്ട്രീയക്കാരിൽ നമുക്ക് നമ്പാൻ പറ്റൂല അവരിങ്ങനെയൊക്കെ. അത് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. കാരണം ഇപ്പൊ നമുക്ക് അതിന്റെ വാസ്തവം വീണ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. വീണ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്നത്, നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം സുഖമായി, എല്ലാം കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു വിചാരണമാണ്. അതിലും വീണ ഇപ്പൊ ക്ലാരിറ്റി പറഞ്ഞു തന്നു. എല്ലാവരും അങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു സമൂഹം, ഒരു കാറ്റഗറി ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ വീണ ഇതെല്ലാം അറിഞ്ഞു, അച്ഛൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അത്രയും സുഖമുള്ള കാര്യമല്ല എന്നുള്ളതും മനസ്സിലായി. എന്നാൽ അച്ഛൻ പൊളിറ്റിക്സിലാണെങ്കിൽ പോലും അവിടെ നിന്നുള്ള ഫുൾ സപ്പോർട്ടും ഇല്ല. ഇതെല്ലാം വെച്ചിട്ട് വീണയുടെ സെൽഫ് ഇൻട്രസ്റ്റോട് കൂടി, ഹസ്ബൻഡ് സപ്പോർട്ടോട് കൂടി വീണ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി കുറച്ച് നാള് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആക്സിഡന്റലി, നിങ്ങളോ ചെയ്ത തെറ്റിനോ അല്ല, ജയിലിലേക്ക് പോകുന്നത് അല്ലേ. എത്ര വീണ പറഞ്ഞു കോടതി, ജയിൽ, പോലീസ് ഇതൊക്കെ എനിക്ക് പരിചയമായി വരികയായിരുന്നു. പക്ഷേ നമ്മളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് ജയിൽ എന്ന് പറയുമ്പോൾ, വീണ മുമ്പേ പറഞ്ഞല്ലേ, നമ്മളെ എന്തോ ഇരുട്ടുമുറി, അയ്യോ ജയിലിലോ, നമ്മൾ ആരും ജയിലിലോ എന്ന് ചോദിച്ച് മോത്തിച്ചിരിക്കില്ല അല്ലേ. ജയിലിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്നത് ഒരു ഭയമാണ്. അന്ന് വീണ ഫേസ് ചെയ്ത് എത്രയോ യങ്ങാണ് അന്നേരം. അന്നേരം വീണ അനുഭവങ്ങളൊന്നും അധികം കിട്ടിയിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല, ഓരോരുത്തരുടെയും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ജയിലിൽ നിങ്ങൾ അനുഭവിച്ച കുറേ തിക്ത അനുഭവങ്ങളുണ്ട്. ശരിക്കും അതൊക്കെ വീണയുടെ ക്യാരക്ടറിനെയും, വീണ എന്ന് പറഞ്ഞ വ്യക്തിനെ തന്നെ ഒരുപാട് അത് മോൾഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതായത് എനിക്ക് 2-3 അനുഭവങ്ങളുണ്ട്. ജയിലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ബേസിക് ക്ലോത്ത്സും സാധനങ്ങളും ഒക്കെ വേണമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കവറിൽ കൊണ്ടുതരും. അത് കൊണ്ടുതരുമ്പോൾ ഫിക്സഡ് ടൈമിങ്സിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊണ്ടുതരുമ്പോൾ ഫ്രണ്ടിൽ ഒരു വനിതാ പോലീസ് ഉണ്ടാവും, വനിതാ ജയിലിലാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം. ആക്ച്വലി വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് ആ പോലീസുകാരി ആവുന്നത്, ഇതെടുത്ത് ആ ടേബിളിൻ്റെ മുകളിൽ വെക്കും. നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് ഓരോന്നായിട്ട് പറക്കി ഇടൂ. അപ്പം നമ്മൾ ഓരോന്ന് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് അവിടെ ഇങ്ങനെ ഇട്ട് അവരെ കാണിച്ച് എടുത്തുകൊണ്ട് പോകും. അപ്പം ആലോചിക്കണ്ടേ, നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, നമ്മൾ കള്ളക്കടത്ത് നടത്തിയിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് കടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിട്ടോ അല്ല. നമ്മൾ ചെയ്യുന്ന എന്താണ്, നമുക്ക് ചെയ്യാൻ ഇതൊരു ജനാധിപത്യമാണല്ലോ, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിലാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മുടെ ബോഡി ഫുൾ സെർച്ച് ചെയ്യും. അതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര പ്രാകൃതമാണ്. കാരണം നമുക്കിപ്പോൾ എയർപോർട്ടിലൊക്കെ ഫുൾ സ്ക്രീനിങ് സിസ്റ്റംസ് ഉണ്ട്, ഹൈ ലെവൽ എന്ന ടെക്നോളജി യൂസ് ചെയ്യുന്ന. നമ്മുടെ ശരീരത്തിൽ സ്വർണം കടത്തി കഴിഞ്ഞാൽ പോലും ഈ സ്ക്രീനിങ് മെഷീനിൽ കൂടെ കണ്ടുപിടിക്കുന്നു. ആ സമയത്താണ് അല്ലാത്ത രീതിയിൽ പ്രാകൃതമായിട്ടുള്ള ഒരു ചെക്കിംഗ് സിസ്റ്റം ഇപ്പോഴും നമ്മുടെ പ്രിസൻസിൽ നിലവിലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ നമ്മുടെ ദേഹപരിശോധന ഉണ്ട്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. കാരണം ഞങ്ങൾ ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് പ്ലേറ്റും കപ്പും ഒക്കെ തരുമല്ലോ. കപ്പ് തരുമ്പോഴത്തേക്കും അത് ഒട്ടും നീറ്റല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഇങ്ങനെ സ്റ്റോറിനകത്തൊക്കെ കിടന്നിട്ട് പാറ്റയോ പല്ലിയോ ഒക്കെ കയറിയിട്ടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, നമുക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അതുപോലത്തെ അത് പിന്നെ ലാസ്റ്റ് സൂപ്രണ്ട് റീപ്ലേസ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു, മാറ്റി തന്നില്ലെങ്കിൽ. അങ്ങനെ അത് മാറ്റി തന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവിടെ ഞാൻ ഇടയ്ക്ക് സംശയം ചോദിക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ കഴിക്കില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ അവരപ്പോൾ അങ്ങനെ മാറ്റി തരുമോ? നോർമൽ സെനാരിയോയിൽ മാറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, ഈ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണല്ലോ. അപ്പോൾ മേ ബി ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല. ബട്ട് ഫൈനലി അത് മാറ്റി കിട്ടി. അപ്പോൾ എനിക്ക് ഏറ്റവും അരോചകമായിട്ട് തോന്നി ഈ സെർച്ചിങ്, ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇടാൻ പറയാം.
അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക്. അത് കഴിഞ്ഞ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്കും കുറേ പേര് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പ്രിസണിൽ ടൂർ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി കിട്ടും എന്ന് പറഞ്ഞാണ് പോയത്. പ്രിസണിൽ ലക്ഷറി കിട്ടും എന്ന് പറഞ്ഞല്ല പോയത്. പക്ഷേ നമ്മൾ 2021 അല്ലെങ്കിൽ 2025 ജീവിക്കുമ്പോൾ ഇന്നത്തെ ഒരു ലോകക്രമം അനുസരിച്ച് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഓഫ് ജൂറിസ്പ്രുഡൻസ് തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോൾ. ആ മനുഷ്യ അവകാശങ്ങൾ അത് ഉറപ്പുവരുത്തേണ്ടത് സിസ്റ്റമാണ്, അല്ലെങ്കിൽ അത് വോയിസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് തെറ്റ്, ഇത് ശരിയല്ല എന്ന്. ഇതിനകത്ത് ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള കാര്യം, പല സ്ത്രീകൾക്കും പല പ്രിസണേഴ്സിനും ചില കാര്യങ്ങൾ അവരുടെ അവകാശമാണ് എന്നുള്ളത് പോലും അറിയില്ല. എനിക്കൊരു കാര്യം എൻ്റെ അവകാശമാണെന്ന് അറിഞ്ഞാലല്ലേ അത് ലംഘിക്കപ്പെടുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് പലർക്കും അറിയില്ല. എനിക്ക് ഏറ്റവും പത്തറ്റിക് ആയിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ രാത്രി മുഴുവൻ സെല്ലിൽ ലൈറ്റ് ഓൺ ആയിരിക്കും. അതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഷീറ്റോ അല്ലെങ്കിൽ കട്ടിലോ ഒന്നുമില്ല. ഈ പ്രിസണിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര കൊതുക് ശല്യമായിരിക്കും. അപ്പോൾ ഒരു 5 ഞങ്ങൾ അവിടെ കിടക്കുന്ന അത്രയും ദിവസവും ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒന്ന് മയങ്ങി വരുമ്പോൾ കൊതുക് ചെവിയിൽ മൂളും, അല്ലെങ്കിൽ കൊതുകടിയായിരിക്കും. ഈ ലൈറ്റ് ഇട്ട് വെച്ചേക്കും, അപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്താ, നമ്മുടെ റൈറ്റ് ടു ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരാൾക്ക് മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ മാത്രമേ അയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ. അതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണ്ടേ. നല്ല പാത്രത്തിൽ ഭക്ഷണം കിട്ടുക, നല്ല ഭക്ഷണം കിട്ടുക, അതുപോലെ മാനുഷികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഞാൻ അന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്, അന്ന് ആ സമരത്തിൽ പങ്കെടുത്തു പോകുമ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ടാറിൽ വീണ് മുറിഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ 8-9 മണിക്കൂറായിട്ടും ഇതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്നോ, അല്ലെങ്കിൽ ടാറിൽ വീഴുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം, ഒന്നുമില്ല. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് ഒന്നും തരുന്നില്ല. ഇല്ല, ഇതൊന്നും തരുന്നില്ല. അവസാനം ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. എനിക്കൊന്ന് അന്ന് ടി സിദ്ദിഖ് MLA ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ. അന്ന് സിദ്ദിഖേട്ടനോട് ഞങ്ങൾ പറഞ്ഞു. പിന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പ്രതിഷേധിച്ചു, ചേച്ചിമാരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ബേസിക് മനുഷ്യാവകാശത്തിൻ്റെ ഇത് നമ്മൾ മേ ബി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പൊളിറ്റിക്സിൽ നിൽക്കുന്നവരായതുകൊണ്ട് നമുക്കറിയാം. അല്ലാത്തൊരു ഒരു പ്രതിക്കാണെങ്കിൽ എങ്ങനെ അറിയത്തില്ല. അവരത് സഫർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. യൂഷ്വലി കേൾക്കുന്നത് അവരുടെ യൂണിഫോം തരും എന്നൊക്കെയല്ലേ, നമുക്കിങ്ങനെ വീട്ടിൽ അത് നമ്മള് നമ്മളെ ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതാണല്ലോ. അപ്പൊ ജാമ്യം അടുത്ത ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. മേ ബി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ജാമ്യം. നമ്മളെ ആ രീതിയിലാണല്ലോ അടച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ കൺവിക്ട് ചെയ്ത് ആയതല്ലല്ലോ. അതുകൊണ്ടാണോ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുപോകുന്നത്? കുറ്റം തെളിഞ്ഞ് നമ്മളെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതാണെങ്കിൽ അവിടുത്തെ യൂണിഫോം കാര്യമൊക്കെ തരും. അല്ലാത്തടത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് എന്തെങ്കിലും ബേസിക് നീഡ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അവരുടെ രീതിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു തെറ്റോ കുറ്റങ്ങളോ വലിയ ക്രിമിനൽ കേസിലൊന്നും അകത്തായതല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ അകത്ത് വന്നതാണ്. അപ്പൊ ഈ ജയിലിനുള്ളിൽ വരുമ്പോൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ബാക്കി പ്രിസണേഴ്സിനെ തെറ്റ് ചെയ്ത ആൾക്കാരെയും ചെയ്യുന്നത് ഒരേപോലെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്? അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളോട് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് വലുതായിട്ട് മിങ്കിൾ ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളൊരു 7-8 പേരെ ഒരു സെല്ലിൽ ഒരുമിച്ച് അടച്ചേക്കുമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു? ഞങ്ങൾ 7-8 പേരെ ഒരുമിച്ചാണ് ഇട്ടത്. അപ്പോൾ മറ്റവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ PhD ചെയ്യുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫീമെയിൽ പ്രിസണേഴ്സ് എന്നുള്ളൊരു ടോപ്പിക് തന്നെ എടുത്തത്. കാരണം കൂടുതൽ ഈ കൺവിക്സ് ആയിട്ടുള്ളവർ അവരുടെ ഇംപ്രിസൺമെൻറ്റ് ടേമിൽ അവരെന്താണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളത് കൂടുതൽ നമുക്ക് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ആ ടോപ്പിക് എടുത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ടോപ്പിക് വീണ എടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും ഇതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് വീണ കണ്ണുകൾ കൊണ്ട് കണ്ടു, അറിഞ്ഞു, ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അത് സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം. അപ്പം അവിടെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട്, പ്രിസണേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴക്കുണ്ടാക്കുക. ആണുങ്ങളാണെങ്കിൽ അവിടെ അടിപിടി ബഹളം, പെണ്ണുങ്ങളുടെ ഇടയിലും അടിയും പിടിയും ഒരുമാതിരി
ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണോ ജയിലിനുള്ളിൽ? ആക്ച്വലി ഇപ്പം ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഇപ്പം നമ്മൾ പല ജയിലിൽ നിന്ന് സിം കാർഡ് കിട്ടുന്നു, അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, സിഗരറ്റ് കിട്ടുന്നു, ന്യൂസിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റത് കുറച്ചുകൂടി ക്രിമിനൽ ആക്ട് ചെയ്തിട്ട് വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ വീണ്ടും ചെറിയ ചെറിയ ഉരസലിനോ അല്ലെങ്കിൽ പ്രശ്നത്തിനോ ഒക്കെ ഉള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഇല്ലാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പ്രിസൺ അതോറിറ്റീസിന്റെ ജോലി എന്ന് പറയുന്നത്. നന്നായിട്ട് കൊണ്ടുപോവുക സിസ്റ്റത്തിനെ. ഞാനിപ്പം സിനിമയിൽ കണ്ടിരിക്കുന്ന ഓരോന്നും തമ്മിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. പക്ഷെ ഈ ഒരു പീരീഡിൽ എത്രയായാലും ഇതൊന്നും സുഖമുള്ള കാര്യമല്ല അല്ലേ? അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മെന്റൽ സ്ട്രെങ്ത് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ ഇത്ര അനുഭവങ്ങൾ കഴിഞ്ഞ്. ഇത് ഒക്കെ കഴിഞ്ഞിട്ട് അന്നേരം തീരുമാനിച്ചോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പഠിക്കും, ഇത് എനിക്ക് മനസ്സിലാക്കി, ഇതിൽ ഞാൻ PhD എടുക്കും, നന്നേ വീണോ? അല്ല, ആ സമയം ആ പ്രിസണിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സമയം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതർവൈസ് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അത് ഈ പ്രിസണിനകത്ത് പോയി എന്നുള്ളത് കൊണ്ടോ അതൊന്നുമല്ല, അല്ലാതെ മറ്റ് പല ഫാക്ടേഴ്സും കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പൊളിറ്റിക്സിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ വല്ലാത്ത ഒരു ആശങ്ക, എനിക്കൊരു വിഷമം തോന്നിയിരുന്നു. പക്ഷേ ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. നമുക്കിപ്പം നമ്മൾ ചെയ്ത കാര്യത്തിൽ ശരിയാണ്, കൺവിക്ഷനോടുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, നമ്മളങ്ങ് പോവുക. നമ്മൾ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് പോവാതെ മാത്രം നോക്കുക. നമ്മളോടൊപ്പം നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു വേറെ വലിയ എക്സ്റ്റേണലി വരുന്ന എന്തും നമുക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയോ, ഞാൻ ആങ്കറിങ്ങിൽ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അന്നും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ 5 year LLB ആണ് ചെയ്തത്. അത് റൈറ്റ് ടൈമിൽ തന്നെ എക്സാം എഴുതി ഞാൻ എൻറോൾ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ PG ചെയ്തു. അതിങ്ങനെ ഇപ്പം നാളെ ആണെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലായാലും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ജയിലിൽ നിന്ന് എല്ലാം കഴിഞ്ഞു, ഇത്രയൊക്കെ അനുഭവങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എന്തായാലും സ്വന്തം അമ്മ ഹഗ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരിക്കലും നീ ഇനി പൊളിറ്റിക്സിലേക്ക് പോവാ വേണ്ട അന്ന് അങ്ങനെ പറയില്ല? അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും എങ്ങനെയാ സിറ്റുവേഷൻ? നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ വീട്ടില്. എൻ്റെ അമ്മ ഇതുപോലത്തെ എല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മ ഭയങ്കര അമ്മയിലെ പാർട്ടി പ്രവർത്തക അവിടെ അമ്മയിലെ പാർട്ടി പ്രവർത്തക എന്നല്ല, എനിക്ക് തോന്നുന്നു അമ്മയുടെ ഒരു ധൈര്യം എൻ്റെ ഫാദർ ഇൻ ലോയുടെ എന്ന് വെച്ചാൽ എന്ത് വന്നാലും എൻ്റെ മോളെ പിന്നെ ആയിരിക്കും. എൻ്റെ ഫാദർ ഇൻ ലോയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അത് പിന്നെ അടിസ്ഥാനപരമായിട്ട് അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലായിരിക്കും ചെയ്യുന്നതെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നൊരു എനിക്കൊരു കുഞ്ഞു വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പക്ഷെ കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോ മോനായി 8 മാസം. 8 മാസം. മോന്റെ പേര് യോഹാൻ. അപ്പൊ വീട്ടില് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അന്ന് എന്തോ വന്ന റൈറ്റ് ഇപ്പൊ എന്തോ വായിച്ചതാണ്, വീണ നാട്ടുകാരുടെ ഇടയിൽ, അതായത് ജയിലിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞപ്പോ നാട്ടുകാർ മുഴുവൻ എന്നെ പേപ്പട്ടിയാക്കി, അല്ലെങ്കിൽ എന്നെ അതുപോലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ആൾക്കാർ സൊസൈറ്റി എങ്ങനെയാ അപ്പോൾ വീണേനെ അവിടെ റിസീവ് ചെയ്തതും പാർട്ടിയിലുള്ളവരാണെങ്കിലും എങ്ങനെയാ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും വന്നിരുന്നു മീഡിയയില്? ആണോ? അത് ഏതാണെന്ന് ഞാൻ ഏത് മീഡിയയിലാന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് അത് വന്നിരുന്നു. അങ്ങനെ ആണോ? ഓക്കെ, അത് വീണയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ അത് അവിടെ വിട്ടേക്കും. അപ്പൊ എന്നാ വീട്ടിലെല്ലാവരും വെൽ റിസീവ് ചെയ്തു, മനസ്സിന് ആ ഒരു ശക്തി തന്നെ തന്നു എന്ന് പറഞ്ഞില്ലേ? പൊതുവെ പാർട്ടിയിലാണെങ്കിലും ആകെ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, വീട്ടിൽ എങ്ങനെയെങ്കിലും ഹയർ സ്റ്റഡീസ് ഞാൻ ചെയ്യണം എന്നുള്ളത്. ആ പോയിന്റിൽ പറഞ്ഞത് അതാണ്, ഹയർ സ്റ്റഡീസ് ഞാൻ എന്തായാലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഏത് പ്രതിസന്ധി ലൈഫിൽ വന്നു കഴിഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിക്ക് പ്രാപ്തയാകണം എന്നുള്ളതായിരുന്നു അമ്മയുടെയും വീട്ടിലെ ഒരു എല്ലാവരുടെയും നിർബന്ധം. അല്ലാതെ പൊളിറ്റിക്സ് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഹസ്ബൻഡ് ഒരിക്കലും ഇല്ല. ഹസ്ബൻഡ് ജനിച്ച് വളർന്നതെല്ലാം പൊളിറ്റിക്സിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് ഒരിക്കലും അങ്ങനത്തെ ഒരു
തോന്നലേ ഇല്ല, അങ്ങനത്തെ ഒരു തോന്നലില്ല ഹസ്ബൻഡിന്. ഓക്കെ, അത്രയും അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ് വീണയ്ക്ക് ആ ഒരു ഫേസ് എത്രയും ഈസി ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതും. ആയിരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു, അന്ന് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് എൻ്റെ കൂടെ സത്യത്തിൽ ഞാൻ കിടന്നു എന്നുള്ളതല്ല പ്രധാനം, എൻ്റെ കൂടെ കിടന്ന ഒരു 2-3 പേര് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അത് 2-3 വയസ്സൊക്കെയുള്ള പിള്ളേരൊക്കെയുള്ള അമ്മമാരുണ്ടായിരുന്നു. അവരുടെ അവസ്ഥയാണ് ഭയങ്കര, അവര് അതിനകത്ത് കിടന്ന് കരഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. കാരണം കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമാണ് അതിന്റെ ഒരു ഇന്റൻസിറ്റി നമ്മൾ അമ്മയാവുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മാത്രമാണ് ആ ജയിലുമായിട്ട് ബന്ധപ്പെട്ട്. വേറെ ഫാമിലിന്നൊക്കെ ഫുൾ സപ്പോർട്ടാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ബിറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പിന്നെയും പ്രവർത്തന മേഖലയിലേക്ക് നിങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ഫേസ് ചെയ്തു, സോ ഇനി നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം കുറച്ചും കൂടെ നമ്മൾ മോറായിട്ട് ആക്ട് ചെയ്യണം എന്നുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ എടുക്കില്ലേ പ്രവർത്തനങ്ങളിലെല്ലാം? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആ ജയിലിലാകുന്ന സമയം അത് ഷാഫി പറമ്പിൽ MLA യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞ് പിന്നെ യൂത്ത് കോൺഗ്രസ് അടുത്ത ഇപ്പം രാഹുൽ മാങ്കൂട്ടൻ കമ്മിറ്റി വന്നു. അപ്പോൾ അതിലിങ്ങനെ പ്രവർത്തനങ്ങൾ പോയി. പക്ഷെ ഈ കമ്മിറ്റിയിൽ എനിക്ക് പറ്റിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ തുടക്കകാലം തൊട്ട് തന്നെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൺസീവ് ചെയ്ത് എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു അഡ്വാൻസ് മെറ്റേണിറ്റി ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പൊ പഴയ പോലെ സമരത്തിനൊന്നും കയറി ഫ്രണ്ടിൽ നിൽക്കാൻ പ്രയാസമുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞു വേണോ രാഷ്ട്രീയം വേണോ എന്ന് പറയുന്ന ഒരു റിസ്ക് എടുക്കണം. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പലരുടെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചറിവുള്ളത് കൊണ്ടായിരിക്കാം കുഞ്ഞ് വേണം. കാരണം അതൊരു ഇമോഷണൽ നീഡാണ് നമ്മുടെ ലൈഫിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്കൊക്കെ പോയി ഞാൻ. അപ്പൊ അതുകൊണ്ട് ആ സമയം കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഒരു റെസ്റ്റ് മോഡ് ആയിരുന്നു. പക്ഷെ സമരത്തിന് പോയില്ലെങ്കിലും ബാക്കി കമ്മിറ്റികൾ, മീറ്റിംഗ് അങ്ങനെയൊക്കെ എല്ലാം ആക്റ്റീവായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ സജീവമായിട്ട് പോകുന്നുണ്ട്. ഒരു പ്രവർത്തകയ്ക്ക് ഇപ്പൊ വീണ പറയുമ്പോൾ എനിക്കിതെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രവർത്തക, അതും വീണ മനസ്സുകൊണ്ട് ഒരുപാട് ഒരു പാഷൻ പോലെ കണ്ടിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ പ്രവർത്തിക്കുന്നതൊന്നും വീണയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ അല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പ്രതിനിധിയാവാൻ ആഗ്രഹിക്കാൻ അവരുടെ ശബ്ദമാണ് വീണയിലൂടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനായിട്ട് നിൽക്കുന്ന ഒരാള്, ഇപ്പുറത്തെ സൈഡില് കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വീണയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അതെ. ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും വോളിയത്തിൽ ഒരാൾക്ക് വേണ്ടി നിൽക്കുക, ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം, ഇത് രണ്ടും കൂടെ എങ്ങനെയാ വീണ അത് ടാലി ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ ഫാദർ ഇൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം. അതായത് അച്ഛൻ ഫുൾ ടൈം പൊളിറ്റിക്സ് ആണല്ലോ. നമ്മുടെ ലൈഫിലെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടുകാർക്കൊപ്പം വേണം എന്ന് അവർ ആഗ്രഹിക്കും. ഇപ്പം എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസിന് ഇപ്പം കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ സാറ് മരണപ്പെട്ടു. അദ്ദേഹത്തിനെ കാണാൻ കാത്തുനിന്ന ജനങ്ങളെ നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടു. അദ്ദേഹത്തിന് അവസാനം കിട്ടിയ ഒരു യാത്രയപ്പം നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസിന് അത്തരത്തിലൊരു സ്നേഹം ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം കുടുംബത്തെക്കാളും ജനങ്ങളെ കുടുംബമായി കാണുന്നതുകൊണ്ടാണ് അവർക്ക് ആ സ്പേസ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളവരെയാണ് ജനങ്ങൾ ഏറെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാദർ ഇൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ 2 അനുഭവം. ഒന്ന്, എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ 2ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് അതിൻ്റെ നൂലുകെട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പയ്യന്നൂർ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് 2-3 ദിവസം ലീവൊക്കെ എടുത്ത് പോവുകയാണ്. പക്ഷെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് സമയമായപ്പോൾ അച്ഛൻ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആ ദിവസവും അച്ഛൻ അവിടെ ഇല്ല. അപ്പം സത്യത്തിൽ അന്ന് ഞാൻ ഭയങ്കര സജീവമായിട്ട് അപ്പം എനിക്ക് സത്യത്തിൽ ഇന്നൊരു ദിവസമെങ്കിലും അച്ഛന് വീട്ടിൽ നിന്നൂടെ, ഈ ദിവസം ഇനി വരില്ലല്ലോ അല്ലേ എന്നെനിക്ക് തോന്നി. അതുപോലെ എൻ്റെ മദർ ഇൻ ലോയ്ക്ക് സുഖമില്ലാതെ എറണാകുളത്ത് ഒരു 8 മാസം ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തും അച്ഛൻ അവിടെ വരും. അച്ഛൻ വന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും, വേണ്ട കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അച്ഛൻ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും വീണ്ടും വരുന്നത്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, അച്ഛനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ലൈഫിൽ ഏറ്റവും വലിയൊരു ക്രൈസിസിലാണ് നമ്മൾ അവിടെ കിടക്കുന്നത്. അതായത് അമ്മ തിരിച്ച് ജീവനോടെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല.
അടുത്ത മൊമെന്റ് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അച്ഛൻ പോയി തിരിച്ചു വന്ന് കുറെ കഴിയുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്ന, അച്ഛന് സത്യത്തിൽ ജനങ്ങളാണ് തെറാപ്പി എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ തകർന്നു പോകും. പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരാണ് അച്ഛൻ്റെ ഒരു ശ്വാസം അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ ഏറ്റവും വലിയ വേദന ഇപ്പുറത്ത് കിടക്കുകയാണ്, പക്ഷെ അതിൽ നിന്ന് പോലും പിടിച്ചു നിന്നത് ജനങ്ങളുടെ ഒരു സ്നേഹത്തിലാണ്. ഞാൻ വിചാരിക്കുന്നു അതാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ വലിയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എനിക്കറിയില്ല, അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയം ഞാൻ കൂടെ ഉണ്ട്. ഞാനാണ് BMT യൂണിറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, അതായത് ബാക്ക് ടു ബാക്ക് ഒരു 1-2 പേർക്ക് ഭയങ്കര അസുഖം വരികയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് മാറും. നമ്മൾ ബേസിക്കലി കലാകാരിയാണല്ലോ, നമുക്ക് ചെറിയ കാര്യം മതി നമ്മളങ്ങ് തകർന്നു പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് സത്യത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ പൊളിറ്റിക്സിനോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഈ പാർട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ വിഷമങ്ങളൊക്കെ എത്ര ചെറുതാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴാണ്. നമ്മളിപ്പുറത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തരിപ്പണമാവുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവാണ്. ഡിപ്രഷൻ ഇപ്പം എല്ലാവരും ഡിപ്രഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അത്രയും തകർന്നു പോകുന്ന സിറ്റുവേഷൻസിൽ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ കൊച്ചാവാൻ ഇത്രയും ലേറ്റായത്, ഇത്രയും പ്ലാൻ ചെയ്ത് നിങ്ങളെന്താ കരിയർ പ്ലാൻ ചെയ്തൊന്നുമില്ല. അപ്പുറത്തൊരു സൈഡിൽ വലിയ പ്രതിസന്ധികളിൽ കൂടെ പോവാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുന്നില്ല. പുറമേ കാണുമ്പോൾ നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സമരത്തിന് പോകുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ എന്ന് പറയുന്നതേ, നമ്മൾ ആ പെയിൻ ഇങ്ങനെ ഓവർകം ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. അപ്പം ഇതൊന്നും അറിയാത്ത കുറേ ആളുകൾ നിങ്ങളെന്താ കരിയർ പ്ലാൻ ചെയ്തത്? ഞാൻ കരിയർ പ്ലാൻ ചെയ്തതല്ല, ഞാൻ എൻ്റെ മാനസിക നില ശരിയാക്കി എടുത്തോണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? എന്നോട് ചില ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാം, വീണയ്ക്ക് ഭയങ്കര ഇതാണല്ലോ, വീണ ആങ്കർ ചെയ്തിരുന്നു, ചാനലിൽ നിന്നിരുന്നു, മീഡിയയിൽ നിന്നിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടാൽ തിരിച്ചറിയും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ അന്ന് അവർ ചിന്തിച്ചിരിക്കുക. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, അപ്പുറത്ത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഇപ്പം ഇതെല്ലാം എനിക്കൊന്ന് കുറേ കൂടെ ആൾക്കാർ ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഒരു ദുരന്തം കഴിഞ്ഞ് അടുത്ത ദുരന്തം വരുന്നു, അതിൻ്റെ പുറകെ അടുത്ത ദുരന്തം വരുന്നു. അപ്പം നമുക്ക് ആങ്സൈറ്റി, ഇനി അടുത്ത എന്താണോ വരാൻ പോകുന്നത് കാത്തിരിക്കുന്നൊരവസ്ഥയെ. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊക്കെയുണ്ട്, ഒരു സൈഡിൽ ഇതൊക്കെയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മതിൽ ചാടും, നമ്മൾ സെക്രട്ടേറിയറ്റ് ചാടും, നമ്മൾ നിയമസഭയിൽ ചാടും, നമ്മൾ സമരം ചെയ്യും, നമ്മൾ ജയിലിൽ പോവും. ഇതെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് പറയണോ? വീണയുടെ അല്ല കണ്ണുകൾ വരെ നിറഞ്ഞിരിക്കണേ, എന്നിട്ടാണ് വീണ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത്. അതും ഞാൻ പറഞ്ഞതേ, ഞാൻ പറഞ്ഞ അതും ഒരു തെറാപ്പിയാണ്. ഒരു സൈഡില് അന്ന് എനിക്ക് തോന്നുന്നു അച്ഛനോട് VM സുധീരൻ സാർ KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ സുധീരൻ സാർ പറഞ്ഞു, അച്ഛൻ ജനറൽ സെക്രട്ടറിയാണ്, കുഞ്ഞിക്കണ്ണ ഒരു കാര്യം ചെയ്യും, വൈഫിന് സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുകയല്ലേ, കുറച്ച് ദിവസം കൂടെ നിൽക്കുക പോയിട്ട്. അപ്പം അച്ഛൻ പറയുന്നത്, എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, കാരണം മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. കാരണം നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ വേദന, ഈ മറ്റുള്ളവർ പ്രയാസം പറയുമ്പോഴും എനിക്കറിയില്ല അച്ഛൻ്റെ ഉള്ളിലെ കനൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല. പക്ഷെ അത് കൂടെ നിന്ന് ഫേസ് ചെയ്തു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ വലിയൊരു യുദ്ധം ചെയ്തു, അവസാനം അമ്മയെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ പറ്റി, അതിൽ സന്തോഷമുണ്ട്. വീണ, ഞങ്ങൾ ഇവിടെ എത്തി വീണേനെ കരയിപ്പിച്ചു. സോറി വീണ. ഇല്ല പക്ഷെ എന്താണെന്നറിയോ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടും അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ സംസാരിക്കും, ആലോചിക്കും. കാരണം നമ്മൾ ജീവിച്ചു വരുന്നതൊക്കെ
മറ്റുള്ളവർ അറിയുന്നോ അറിയുന്നില്ലേ, നമ്മൾ കടന്നു പോകുന്ന സ്ട്രെസ് പെയിൻ അറിയുന്നു, നമ്മൾ ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നവർക്ക് എപ്പോഴും അതുണ്ടാവില്ലേ മനസ്സിൽ, എപ്പോഴും നമ്മൾ എവിടെ പോയാലും അതുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ ഈ ഇത്തരം എക്സ്പീരിയൻസസ് നമ്മളെ കൂടുതൽ നല്ല ഹ്യൂമൻ ബീങ്സ് ആക്കും.